നമ്മൾ ഉപയോഗിക്കുന്ന പല ബ്യൂട്ടി പ്രൊഡക്ട്സിനും കോസ്മെറ്റിക് പ്രൊഡക്ട്സിനും അതുപോലെ ഈവൻ ഫുഡ് ഐറ്റംസിനും വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലേ. നമ്മൾ അതിനൊക്കെ പറ്റി കോൺഷ്യസുമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, എത്ര എക്സ്പയറി ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പെർഫ്യൂമുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളത്? എന്നാൽ സത്യം പറഞ്ഞാൽ പെർഫ്യൂമുകൾക്ക് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെർഫ്യൂമിൻ്റെ പാക്കിങ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ എക്സ്പയറി ഡേറ്റ്സ് നിങ്ങൾ കാണാം. അപ്പോൾ ആ സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇത് കംറ എന്ന പെർഫ്യൂമാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലത്താഫ എന്ന UAE ബ്രാൻഡിൻ്റെ ഒരു ഹിറ്റ് പെർഫ്യൂമാണ്. ഇവനെ നമുക്ക് നോക്കിയാൽ ഇവിടെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട്. ഇത് അജ്മൽ പെർഫ്യൂമിൻ്റെ ഇവോക്ക് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇവനും ഉണ്ട് എക്സ്പയറി ഡേറ്റ്. എന്നാൽ ഇത് ഒരു ഇൻ്റർനാഷണൽ പെർഫ്യൂം ബ്രാൻഡാണ് ബ്ലൂ ഡി ഷാനൽ. അതിന് എങ്ങനെ തിരിയിട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ അതിന് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റില്ല. അതേപോലെ ക്രിസ്ത്യൻ ഡിയോർ ഒരു പ്രൈവറ്റ് കളക്ഷനാണ്, ഇതിലും ഇല്ല. ഡേറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഇതിനും ഇല്ല. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോക്കലി മെയ്ഡ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനും, ബ്യൂട്ടി, കോസ്മെറ്റിക്സ്, ഈവൻ പെർഫ്യൂംസിനും പോലും ഇവിടുത്തെ UAE നിയമപ്രകാരം അതിന് പ്രൊഡക്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഡിസൈനർ ഫ്രാഗ്രൻസിന് അങ്ങനെ ഒരു നിയമം ഇല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ അത്തരം പെർഫ്യൂമുകൾക്ക് നമ്മൾ ആ ഡേറ്റ് കാണാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കലി മെയ്ഡ് ചെയ്യുന്ന രസാസി, ലത്താഫ, അജ്മൽ പോലത്തെ ബ്രാൻഡുകളിൽ നമുക്ക് എക്സ്പയറി ഡേറ്റും പ്രൊഡക്ഷൻ ഡേറ്റും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളെ ഈ രണ്ട് ടൈപ്സിൽപ്പെട്ട പെർഫ്യൂംസും നിങ്ങൾക്ക് വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫ്യൂംസ് നിങ്ങളെ യൂസേജ് കഴിഞ്ഞാൽ അവയെ വളരെ ഡാർക്കായിട്ടും കോൾഡായിട്ടുള്ള പ്ലേസിൽ വേണം നിങ്ങൾ സൂക്ഷിക്കാൻ. നിങ്ങളുടെ അലമാരകൾക്ക് ഉള്ളിലോ അത് ചൂട് തട്ടാത്ത സ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ബെറ്റർ. കോൾഡ് സ്പേസ് പെർഫ്യൂമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അത്രയും കാലം അത് കേടുകൂടാതെ അതിൻ്റെ പ്രൊജക്ഷനോടെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പെർഫ്യൂംസൊക്കെ ഇപ്പോൾ നിങ്ങൾ വെളിച്ചം തട്ടുന്ന ചൂട് തട്ടുന്ന സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റിക്കോ. നിങ്ങൾക്കത് ഒരുപാട് കാലം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല കോൾഡായിട്ടും ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കീപ്പ് ചെയ്തു.